സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 1000 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന മഹാഭാരതം എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകം സംസാരിക്കുന്നത്. ബാഹുബലിയേക്കാൾ മുകളിലായിരിക്കും മോഹൻലാൽ നായകനായി എത്തുന്ന മഹാഭാരതം എന്ന് ചിലർ പറയുന്നു. മഹാഭാരതത്തിൽ ഒരു കഥാപാത്രമായി ബാഹുബലിയെ ദേവസേന എത്തുമോ, കഥാപാത്രമാവുമോ എന്തോ. പക്ഷേ മഹാഭാരതത്തിൽ ഭീമനെ അവതരിപ്പിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ദേവസേനയ്ക്ക് 100 നാവാണ്. ലാലിനെ കുറിച്ച് ദേവസേനയായി എത്തിയ അനുഷ്ക പറയുന്നത് എന്താണെന്ന് നോക്കാം. മഹാഭാരതം റിലീസാകുന്നതോടെ മോഹൻലാൽ സാർ രാജ്യത്തിന്റെ മുഴുവൻ പ്രിയതാരമായി മാറുമെന്ന് ബാഹുബലി നായക പറയുന്നു. മഹാഭാരത കഥയ്ക്കും അതിലെ വീരപുരുഷന്മാർക്കും ഓരോ ഭാരതത്തിന്റെയും മനസ്സിൽ ദൈവങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് വെള്ളിത്തിരയിൽ ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളോടും ഈ ആരാധന തോന്നുന്നത് സ്വാഭാവികമാണ്. VR ചോപ്രയുടെ നിർമ്മാണത്തിൽ പണ്ട് ടെലിവിഷൻ സീരിയലായി പുറത്തുവന്ന മഹാഭാരതത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് അനുഷ്ക സംസാരിച്ചത്. ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോഴാണ് ദൂരദർശനിൽ മഹാഭാരതം സീരിയൽ കണ്ടത്. അതിൽ ശ്രീകൃഷ്ണനായി വന്ന നിതീഷ് ഭരദ്വാജിനെയും കർണനായി വന്ന പങ്കജ് ധീറിനെയും ഒക്കെ ദൈവമായാണ് അന്ന് ആൾക്കാർ ആരാധിച്ചത്. അത്രമേൽ പ്രിയങ്കരമാണ് ഭാരതീയർക്ക് ഈ കഥാപാത്രങ്ങൾ. മോഹൻലാൽ സാർ ഭീമൻ എന്ന വീരപുരുഷനെ അവതരിപ്പിക്കുമ്പോൾ രാജ്യം നമിക്കും. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ MT വാസുദേവൻ നായരുടെ തൂലികയിൽ വിരിയുന്ന ഭീമനെ കാണാൻ എല്ലാവരെയും എന്നുപോലെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആർക്കും അനുകരിക്കാൻ കഴിയാത്ത അഭിനയ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയനായ നടനാണ് മോഹൻലാൽ. അദ്ദേഹം അഭിനയിച്ച ജനതാ ഗ്യാരേജ് എന്ന ചിത്രം തെലുങ്കിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണെന്നും അനുഷ്ക പറഞ്ഞു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.